വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. വകുപ്പുകൾ തീരുമാനിക്കാൻ ഘടകകക്ഷികളുമായിട്ട് ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ചകളുണ്ട്. രാവിലെ 10 മണിക്ക് കന്റോൺമെന്റ് ഹൗസിലാണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. കെ.സി. വേണുഗോപാലും ദീപാദാസ് മുൻഷിയും യോഗങ്ങളിൽ പങ്കെടുക്കും. മന്ത്രിസ്ഥാനങ്ങളിൽ കൂടുതൽ പിടിവാശി നടത്താതെ ഘടകകക്ഷികളെ ഒപ്പം കൊണ്ടുപോകാനാണ് വി.ഡി. സതീശന്റെ നീക്കം. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. അപ്പം മന്ത്രിസഭയെ ഇന്ന് അറിയാൻ കഴിയുന്ന ദിവസമാണ്. ഇന്നലെ യോഗം ചേർന്നിരുന്നു, പക്ഷേ ഈ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഇന്നാണ് യഥാർത്ഥ യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് ഫുൾ മന്ത്രിസഭയിൽ ആരൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ, ചർച്ചകൾ? സേതു, ഗുഡ് മോർണിംഗ്. 10 മണി എന്ന് പറയുമ്പോൾ പോലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തലസ്ഥാനത്തേക്ക് വരണം. അദ്ദേഹം എത്തിയാൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. ഘടകകക്ഷി നേതാക്കളൊക്കെ ഇന്നലെ അടക്കം ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തിയതാണ്. ഇന്നലെ ഒരു പ്രാഥമിക യോഗമാണ് ചേർന്നത്. അതിൽ ചെറിയ ചർച്ചകൾ മാത്രം, കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. വിശാലമായ ഒരു ചർച്ച ഉണ്ടായില്ല. ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടേക്ക് എത്തിയത്. ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. അത് പുറത്ത് സജീവമായി പറയുന്നില്ലെങ്കിലും യോഗങ്ങളിലൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അത് കൊടുത്തേക്കാനാണ് സാധ്യത. വലിയ പിടിവാശികളിലേക്ക് കോൺഗ്രസ് പോകാൻ സാധ്യതയില്ല. അത്തരം പിടിവാശികൾ വേണ്ട. ഘടകകക്ഷികളുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോവുക, അവരുമായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് വി.ഡി. സതീശന്റെ തീരുമാനം. കാരണം 10 വർഷത്തിന് ശേഷം വരുന്ന UDF സർക്കാരാണ്. അതുകൊണ്ട് അധികം കോലാഹലങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് 5 മന്ത്രിസ്ഥാനവും നൽകിയേക്കും എന്നാണ് വിവരം. അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു പൊതുവികാരം കൂടിയുണ്ട്. 22 സീറ്റ് ജയിച്ചു വന്നതാണ്. അതുകൊണ്ട് ആ സീറ്റുകൾ, മന്ത്രിസ്ഥാനം അവർക്ക് അവകാശപ്പെട്ടതാണെന്നൊരു പൊതുവികാരമുണ്ട്. നൽകാൻ തന്നെയാണ് സാധ്യത. ജോസഫ് വിഭാഗമാണ് മറ്റൊന്ന്. ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിമാരെയാണ് അവർ ചോദിക്കുന്നത്. 8 സീറ്റിൽ 7 ജയിച്ചാണ് അവർ വന്നിട്ടുള്ളത്. 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു. അത് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ചോദിക്കുന്നത് ഒന്ന് മോൻസ് ജോസഫിനും അവരുടെ നിയമസഭാ കക്ഷി നേതാവാണ്, അതോടൊപ്പം അബു ജോൺ ജോസഫിനുമാണ്. അവർ പറയുന്നത് 2011 ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജലവിഭവം കൈകാര്യം ചെയ്യുന്നത് ഘടകകക്ഷിയാണ്. അതുകൊണ്ട് അത് അവർക്ക് നൽകാനാണ് തീരുമാനം. കൃഷി അവർ ഉന്നമിടുന്നുണ്ട്. അതുകൊണ്ടാണ് അബു ജോൺ ജോസഫിന് വേണ്ടി ആ മന്ത്രിസ്ഥാനം അവർ ചോദിക്കുന്നത്. അക്കാര്യത്തിൽ പൂർണ്ണ തീരുമാനമായിട്ടില്ല. ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിലാണ് അത് തീരുമാനമാവുക. അനൂപ് ജേക്കബ് പുറത്തുനിന്നുള്ള അംഗമാണ്. അദ്ദേഹം മന്ത്രിയാകും. കഴിഞ്ഞ സർക്കാരിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൽ ഭക്ഷ്യവും സിവിൽ സപ്ലൈസും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്നു. എന്തായാലും അദ്ദേഹം ഉറപ്പാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നത്. വകുപ്പ് ഏതാണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഷിബു ബേബി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സർക്കാരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹവും ഇത്തവണ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും. ആ വകുപ്പ് അത്ര താല്പര്യമില്ല RSPക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വകുപ്പുകൾ ചോദിച്ചേക്കും. അക്കാര്യത്തിലും ഇന്നത്തെ ചർച്ചയിൽ, ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാകും. CP ജോൺ മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ടേം വ്യവസ്ഥയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മാണി സി കാപ്പൻ അസോസിയേറ്റ് അംഗമാണ്. മാണി സി കാപ്പൻ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ഒരു ചർച്ച അക്കാര്യത്തിലുണ്ടാകണം. അങ്ങനെ ടേം വ്യവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു ഫോർമുല കോൺഗ്രസ് കണ്ടുപിടിക്കണം. അതും ഇന്നത്തെ ചർച്ചയിൽ സജീവമായി ഉയർന്നു വരും. മുസ്ലിം ലീഗിന്റെ വകുപ്പുകൾ പരിശോധിച്ചാൽ അവർ നേരത്തെ പൊതുമരാമത്ത് അവർ കൈകാര്യം ചെയ്തതാണ്, വ്യവസായം കൈകാര്യം ചെയ്തതാണ്, തദ്ദേശ സ്വയംഭരണം അവർ കൈകാര്യം ചെയ്തതാണ്. ഇത്തരം വകുപ്പുകളൊക്കെ അവർ കൈകാര്യം ചെയ്തതുകൊണ്ട് അതിന് തന്നെ മുൻതൂക്കം നൽകാനാണ് സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. PK അബ്ദുൾ ഉള്ളപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റണമെന്ന ഒരു അഭിപ്രായമൊക്കെ വന്നെങ്കിലും അതും ലീഗ് തന്നെ കൈകാര്യം ചെയ്തേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു സൂചന. കോൺഗ്രസ് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് 11-12 മന്ത്രിമാർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ചർച്ചകൾ കോൺഗ്രസ് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുക. ആഭ്യന്തരമന്ത്രി ആരാകും എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് ആഭ്യന്തര മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണോ എന്നും ഇന്ന് നമുക്കറിയാൻ കഴിയും. ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് ഇന്നലെ വൈകിട്ടാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എത്തിയത്. ചെന്നിത്തലയുമായി അദ്ദേഹം സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപദാസ് മുൻഷി ഇന്നലെ രാത്രി വൈകി എത്തി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ചർച്ചയായത് ഈ മന്ത്രിസ്ഥാനവും ഉഭയകക്ഷി ചർച്ചയും ഒക്കെയാണ്. എന്തായാലും രാവിലെ 10 മണി കഴിഞ്ഞതിന് ശേഷം ഈ യോഗങ്ങൾ തുടങ്ങും. ഉഭയകക്ഷി ചർച്ചയാണ്. അതായത് ഈ ഘടകകക്ഷി നേതാക്കളെ ഒറ്റക്കൊറ്റയ്ക്കായി കണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് വരുത്തും. അതിനുശേഷമാകും നമുക്ക് ഓരോ സൂചനകൾ ലഭിക്കുക. സേതു, ശരി. അപ്പം വേറെ നിർണായകമായ യോഗം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ചേരും.